നമുക്ക് മനസ്സിലാകുന്നത് പുതുതായി വരുന്ന ഒരു സമൂഹം മാതൃഭാഷയായ മലയാളത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. ആംഗലേയ ഭാഷയോട് അതിപ്രസരമുള്ള ഒരു സമയത്ത് ഇംഗ്ലീഷിനെ കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ അതിൽ സാധാരണയുള്ള സംസാരങ്ങളിൽ പൊതുവെ പരസ്പര ബഹുമാനത്തിന്, പരസ്പര ബന്ധങ്ങൾക്ക് മലയാളത്തിന്റെ അത്ര പ്രസക്തി ഇല്ലാത്തൊരു ഭാഷയാണ് ഇംഗ്ലീഷ്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ സാധാരണയായ സംസാരത്തിൽ നാം ഉപയോഗിക്കുന്ന ഒരു പദമാണ് യു. അതിന്റെ ഭാഷാർത്ഥം എടുക്കുമ്പോൾ മലയാളത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ ആ ഭാഷയിൽ വലിയ ഒരു ഭാഷയായ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഒരു ലോകഭാഷ എന്ന് അറിയപ്പെടുന്നതിൽ ഒരാളെ നേരിട്ട് നാം സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിസംബോധനം ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ ഒരൊറ്റ വാക്കേ ഉള്ളൂ, യു എന്നുള്ള വാക്ക്. അത് കുട്ടിയോടാണെങ്കിലും വിദ്യാർത്ഥി അധ്യാപകനോടാണെങ്കിലും അനുജൻ ജ്യേഷ്ഠനോടാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒറ്റ പ്രയോഗം മാത്രമേ ഉള്ളൂ, യു. അത് മലയാളത്തിലേക്ക് വരുമ്പോൾ അതിനെ തർജ്ജമ ചെയ്യുമ്പോൾ മലയാളത്തിൽ അതിന് നീയുണ്ട്, നിങ്ങളുണ്ട്, താങ്കളുണ്ട്. ഈ മൂന്ന് അർത്ഥതലങ്ങൾ സൂചിപ്പിക്കുന്നത് ആ ഭാഷയിൽ അന്തർലീനമായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിന്റെ പൈതൃകമുണ്ട്. മാത്രമല്ല ബന്ധതലങ്ങളെ ഭാഷകൾ നമുക്ക് നിർവചിച്ചു തരുന്നു.